Hello everyone, welcome back to my channel. I am Reshma. So ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഗെയിൻ എ ഹെയർ കളറിംഗ് വീഡിയോ ആണ്. സോ ഓൾറെഡി ഞാനൊരു ഹെയർ കളറിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ കളർ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്തതൊരു പർപ്പിൾ ഹെയർ കളറാണ്. സോ അതിൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതൊരു അമേസിങ് ആയിട്ടുള്ള നല്ലൊരു നൈസ് കളറായിരുന്നു, അത് നല്ല അടിപൊളി കളറായിരുന്നു, ആ ഒരു പർപ്പിൾ ഷെയ്ഡ്. സോ ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എൻഡ് സ്ക്രീനിൽ അറ്റാച്ച് ചെയ്യാം. സോ അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ ഞാൻ ആ ഒരു ഹെയർ കളർ ചെയ്തിട്ട്, ആ ഒരു പ്രീവിയസ് ഹെയർ കളർ ചെയ്തിട്ട് ഒരു 5 months ആയിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു 5 months ആയപ്പോൾ ആ ഒരു പർപ്പിൾ കളർ ഫെയ്ഡായി. ആൻഡ് ഇപ്പോൾ ഒരു മിക്സ് ഓഫ് പർപ്പിൾ ആൻഡ് ആ ഒരു ബ്ലീച്ചിൻ്റെ ഒരു ബ്രൗൺ കളറാണ് എൻ്റെ മുടിയിലുള്ളത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പുതിയൊരു ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമുക്ക് ബ്ലൂ ഹെയർ കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്ലൂ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ യൂസ് ചെയ്തത് തന്നെ സെയിം പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് വാസ് സ്ട്രീക്സ് അൾട്രാ ഹൈലൈറ്റിംഗ് കിറ്റ്. സോ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആൻഡ് ഇത് സിംഗിൾ പീസായിട്ട് എനിക്ക് കിട്ടിയില്ല. ആക്ച്വലി ഈ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്കാലൊക്കെ അവൈലബിൾ ആണ് ഈ സ്ട്രീക്സിൻ്റെ അൾട്രാ ഹൈലൈറ്റിംഗ് കിറ്റ്. സോ ഞാൻ കാണിച്ചു തരാം. സോ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആണ് എനിക്ക് റിസീവ് ആയത്. സോ നല്ല ക്വാളിറ്റി പാക്കേജിംഗ് ഒക്കെ തന്നെയാണ്. സോ ഇങ്ങനെ ഒരു പാക്കേജാണ് നമുക്ക് റിസീവ് ആയിട്ടുള്ളത്. സോ ഞാനിത് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ പാക്കറ്റാണ്. ആൻഡ് ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു, അപ്പം ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ ഇത് ബില്ല് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 297 rupees. സോ ഇതൊരു കോംബോ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഒരെണ്ണമായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ആമസോണിൽ ലേറ്റർ ഞാൻ കണ്ടപ്പോൾ അവൈലബിൾ ആയിരുന്നു. സോ നമുക്കിത് നോക്കാം. ഇതൊരു കോംബോ പാക്കറ്റിനാണ് 297 rupees. സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീക്സ് അൾട്രാ ഹൈലൈറ്റ്സ് ആണ്, ഹൈലൈറ്റിംഗ് കിറ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ കണ്ടീഷണർ സാഷറ്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് വാൾനട്ട് ഓയിൽ ആൻഡ് ആർഗൻ ഓയിൽ. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ സഫയർ ആണ്, ഒരു ബ്ലൂ ഹെയർ കളറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നല്ലൊരു പാക്കേജിങ് ഒക്കെ ആട്ടോ ഫ്ലിപ്കാർട്ടിൻ്റെ. സോ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 2 സാഷറ്റ്സ് പോലെ അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കളറൻറ്റ് ക്രീം, സ്ട്രീക്സിൻ്റെ കളറൻറ്റ് ക്രീമാണ്. ഇതൊരു സ്റ്റെപ്പ് 2 ആട്ടോ. ആക്ച്വലി ഇതൊരു കളറൻറ്റ് ക്രീമാണ്. സോ അങ്ങനെയുണ്ട്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിറ്റാണ്. ഇറ്റ്സ് എ ഡെവലപ്പർ ആൻഡ് ബ്ലോഡർ പൗഡർ. സോ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. സോ ഇതിങ്ങനെ ഒരു കിറ്റാണ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1, ബ്ലോഡർ പൗഡറും ഡെവലപ്പറും. ആൻഡ് ഇനിയുള്ളത് നമുക്ക് ബ്രഷ് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബ്രഷസ് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് മുടിയിൽ കോംബ് ചെയ്യാനായിട്ടുള്ള, മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം അതാണ്, ഇതൊന്നും നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട. ആൻഡ് ഇറ്റ്സ് നല്ല ക്വാളിറ്റിയുള്ള ബ്രഷസ് ഒക്കെ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എടുത്തിട്ട് തീരുള്ളല്ലേ, ഇതിൽ സ്ട്രീക്സിൻ്റെ ഷൈൻ ഓൺ കണ്ടീഷണർ ഉണ്ട്, 2 സാഷറ്റ്സ് കണ്ടീഷണർ ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇതിൽ ഗ്ലൗസ് അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നല്ല ഗ്ലൗസസ് അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത് ആക്ച്വലി ഒരു വർത്തി ആയിട്ടുള്ള ഒരു കിറ്റാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാനുവലോ പ്രൊസീജിയേഴ്സ് എഴുതിയിരിക്കുന്ന ആ ഒരു നോട്ടും ആ ഒരു ഇതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്, ഒരു ഹൈലൈറ്റിംഗ് കിറ്റാണ്. കാണിക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് സ്ട്രീക്സിൻ്റെ ഓഫ് കോഴ്സ് ഈ ഒരു ഹൈലൈറ്റിംഗ് കിറ്റാണ്. ആൻഡ് ഇതിൻ്റെ കംപ്ലീറ്റ് കിറ്റാണ് നമുക്ക് വേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പേഴ്സ്. സോ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റഫ് ക്ലോത്ത്സോ എടുക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ഫോയിൽ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സാധാ ഒരു അലുമിനിയം ഫോയിലാണ്. സോ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കളർ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സിസേഴ്സ് വേണം, ജസ്റ്റ് അലുമിനിയം ഫോയിൽ കട്ട് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന്. പിന്നെ സാഷറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണം. പിന്നെ കോംബ് വേണം.
ആൻഡ് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു വൈറ്റ് ബോക്സസ് ഉണ്ടെങ്കിൽ അതും ഒരു 2 വൈറ്റ് ബോക്സസ് വേണം നമ്മളുടെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും വെച്ചിട്ട് അടുത്ത് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. സോ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്കൊരു ഡെവലപ്പർ പ്ലസ് ഒരു ബ്ലോണ്ടർ പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു കിറ്റ് ഉണ്ട്, ആൻഡ് കളറൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിറ്റ് ഉണ്ട്. സോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മുടി ഓയിൽ ഫ്രീ ആയിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഈ ഡെവലപ്പർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഈ ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. സോ ഡെവലപ്പർ നിങ്ങൾക്ക് ഏത് സ്ട്രാൻഡ്സിനാണോ ഹെയർ കളർ വേണ്ടത് ആ ഒരു ഹെയർ സ്ട്രാൻഡിലേക്ക് ഡെവലപ്പർ അപ്ലൈ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ട ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് ഡെവലപ്പറിൻ്റെ ടൈം ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ടൈം കൂട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈബ്രൻറ്റ് വളരെ ബ്രൈറ്റ് ആയിട്ട് നന്നായിട്ട് എടുത്ത് കാണുന്ന വിധത്തിലൊരു ബ്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 hour വെക്കുക. സോ ഒത്തിരി നേരം വെക്കാതിരിക്കുക, ഒരു 1.5 മണിക്കൂർ അത്രയൊന്നും വെക്കരുത്, അത് മുടിക്ക് പ്രശ്നമാണ്. സോ ഒരു 1 hour, ഒരു 50 minutes 1 hour ഒക്കെ വെക്കുക. സോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എടുത്ത് നോക്കുക കളർ എത്രയായിന്ന്. സോ നല്ല ബ്രൈറ്റ് കളർ ഒരു ബ്ലൂ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ യൂസ് ചെയ്യുന്നതിലാണ് മെയിൻ കാര്യം ഹെയർ കളർ ചെയ്യുമ്പോൾ. സോ ഇപ്പോൾ ഡെവലപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു എന്താ പറയുക ഒരു ഷെയ്ഡ് മതി, ഒരു ബ്ലൂ ഷെയ്ഡ്, വെറുതെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്പർ ഒരു 40 minutes വെച്ചാൽ മതിയാവും മുടിയിൽ. അത്ര വെക്കേണ്ട ആവശ്യമുള്ളൂ. വെറുതെ ഒരു ഷെയ്ഡ് മതിയെങ്കിൽ, കുറച്ച് എടുത്ത് കാണുന്ന വിധത്തിൽ മതിയെങ്കിൽ, എടുത്ത് കാണുന്ന വിധത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 hour ഒക്കെ വെക്കുക. സോ അത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല ബ്ലൂ കളറിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സോ അപ്പോൾ ഡെവലപ്പർ നിങ്ങൾക്ക് വേണ്ടതനുസരിച്ചിട്ട് വേണ്ട ടൈം വെക്കുക. മിനിമം ഒരു 40 minutes 35 minutes ഒക്കെ ഡെവലപ്പർ മുടിയിൽ വെക്കാം. ആൻഡ് ഡെവലപ്പർ വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളൊരു 1 hour ഡെവലപ്പർ വെച്ചതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ, ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു ബ്ലോണ്ട് കളർ മുടിക്ക് വരും, ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ വരും. ഇപ്പം മുടി നിങ്ങളുടെ വൈറ്റ് കളർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു 1 hour 15 minutes ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വൈറ്റ് കളറാവും. സോ വൈറ്റ് കളർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആയിരിക്കും കിട്ടുക. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു 45 minutes ഒക്കെ വെച്ചോളെങ്കിൽ നിങ്ങളുടെ ഹെയർ കളർ ഒരു ബ്രൗൺ കളറാവും. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡാർക്ക് ബ്ലൂ കളറായിരിക്കും കിട്ടുക. അത്ര ബ്രൈറ്റ് അല്ലാത്ത ഒരു ഡാർക്ക് ബ്ലൂ കളർ. സോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്യുക. സോ ആൻഡ് അങ്ങനെ ഡെവലപ്പർ യൂസ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. സോ ഹെയർ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്തോളൂ. ഷാംപൂ കണ്ടീഷണർ അവൈലബിൾ ആണ്. സോ അപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാം. ആൻഡ് ഹെയർ വാഷ് ചെയ്തിട്ട് വീണ്ടും മുടി ഡ്രൈ ആവണം. വീണ്ടും മുടി ആ ഒരു ഡ്രൈ ആവണം ഓൾറെഡി. അപ്പോൾ നിങ്ങളുടെ മുടിക്കൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കളറൻറ്റ് അപ്ലൈ ചെയ്യണം. സോ കളറൻറ്റ് ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ബ്ലൂ കളറ് മുടിക്ക് കൊടുക്കുന്നത്. സോ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് സെയിം ഒരു 1 hour അല്ലെങ്കിൽ 45 to 1 hour വരെ മിനിറ്റ്സ് വെക്കുക. സോ 45 minutes to 1 hour വെക്കുക. ആൻഡ് വെച്ചതിന് ശേഷം വീണ്ടും വാഷ് ചെയ്യുക. ആ ഒരു 1 hour കഴിയുമ്പോൾ വീണ്ടും വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഗെയിൻ ഈ കണ്ടീഷണർ, ഇത് ആക്ച്വലി 2 sachets ഉണ്ട്. സോ ലാസ്റ്റ് കണ്ടീഷണർ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ ഈ 2 കണ്ടീഷണേഴ്സും ഷാംപൂ പ്ലസ് കണ്ടീഷണർ ലാസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക, നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബൗൾ എടുക്കുക. സോ ദ ബൗൾ ഷുഡ് ബി ഡ്രൈ. സോ അതിനുശേഷം നമ്മളുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് 1 എഴുതിയിട്ടുള്ള ഒരു സാഷറ്റ്സ് ഉണ്ട്, ഒരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 2 sachets ആണുള്ളത്. ഒന്ന് ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞ ക്രീമും പിന്നെ രണ്ടാമത്തത് ഒരു ബ്ലോണ്ടർ പൗഡർ എന്ന് പറഞ്ഞ ക്രീമുമാണ്. സോ ഈ ഒരു ക്രീമും പൗഡറും തമ്മിൽ മിക്സ് ചെയ്യുക. സോ അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്ലോണ്ട് കളർ തരുന്ന അല്ലെങ്കിൽ ആ ഒരു ബ്ലോണ്ടർ പൗഡറിൻ്റെ ആ ഒരു മിക്സ്ചർ കിട്ടുന്നത്. സോ അത് രണ്ടും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുക. സോ
നമ്മൾ അതിന് ശേഷം ഒന്ന് നമ്മുടെ ഹെയർ ഒന്ന് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് വെക്കുക 2 സൈഡിലേക്ക്. ഞാൻ ജസ്റ്റ് ടിപ്സിൽ മാത്രമാണ് ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ടിപ്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ ഒന്ന് സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു വാസ്ലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്രോളിയം ജെല്ലിയോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രീമോ അങ്ങനെയൊന്നും സ്കിന്നിൽ പറ്റുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ എന്തെങ്കിലും ഒരു പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മുടി ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. മുടിയിൽ കെട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുക. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മുടി കവർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഗ്രേറ്റ് റിസൾട്ട് കിട്ടുന്നത്. സോ അതാവുമ്പോൾ ജസ്റ്റ് ഒന്നാണ് നമ്മൾ ചെയ്ത ആ ഒരു കളർ ചെയ്ത അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചർ അപ്ലൈ ചെയ്ത ആ ഒരു പോർഷൻ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല റിസൾട്ട് കിട്ടുന്നതും ഈക്വലായിട്ട് നമ്മുടെ ക്രീം അല്ലെങ്കിൽ കളർ സ്പ്രെഡ് ആവുന്നതും നമ്മൾ അലുമിനിയം ഫോയിൽസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഹെയറിൽ മിക്സ്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ആയി ഞാനൊരു 3 പാർട്സ് വെച്ചിട്ടാണ് ഈക്വൽ സൈഡ്സ് 3 പാർട്സ് വെച്ചിട്ടാണ് ചെയ്തത്. സോ ഞാൻ ഈ ഒരു മിക്സ്ചർ ഇനി ഒരു 1 hour 15 minutes എൻ്റെ ഹെയറിൽ വെക്കുകയാണ്. സോ ഞാനൊരു 1 hour 15 minutes ഈ ഒരു മിക്സ്ചർ വെച്ചു. ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു വൈറ്റ് പോലെ ഒരു കളർ വന്നിട്ടുണ്ട്. സോ എന്തായാലും ഇത്രയും ടൈമായി ഒരു 1 hour 15 minutesോളം വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അത്യാവശ്യം കളർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഇതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു, ക്രീമൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു, ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. സോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു മുടി ഇരിക്കുന്നത്. ഇതാണ് കളറ്. സോ ഇനി നമുക്ക് നമ്മളുടെ കളറൻറ്റ് അപ്ലൈ ചെയ്യാം. സോ ആ കളറൻറ്റ് സാഷറ്റ്സിലുള്ള കംപ്ലീറ്റ് ക്രീം വേറൊരു ബൗളിലേക്ക് ഡ്രൈ ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഞാൻ എൻ്റെ ഹെയർ കോംബ് ചെയ്യുകയാണ്. നേരത്തെ പോലെ തന്നെ ഒരു സെൻറ്റർ പാർട്ടീഷൻ എടുത്തു. ആൻഡ് അതിന് ശേഷം ഞാൻ നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പെട്രോളിയം ജെല്ലി, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെട്രോളിയം ജെല്ലി എൻ്റെ സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഞാനൊരു 1 hour 15 minutes കളർ എൻ്റെ ഹെയറിൽ വെച്ചു. ഇനി നമുക്ക് വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് വരാം. സോ അപ്പോൾ നമ്മളുടെ ഹെയർ കളറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് അപ്പോൾ നമ്മളുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയത്. ആൻഡ് ഇറ്റ്സ് ലുക്ക് നൈസ്, നല്ല നൈസായിട്ടുള്ളൊരു ഹെയർ കളറാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ബ്ലൂ കളറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ടിപ്സിൽ കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ രസം, അല്ലെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് പോലെ കൊടുക്കണം. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, അൺടിൽ നെക്സ്റ്റ് വൺ.